ഊണ് വിളമ്പിയതേ ഉണ്ടായിരുന്നുള്ളൂ. കയ്യാലുകളും ചെമ്മതിലും കിടന്ന് കല്യാണക്കോളിൽ നിന്ന മരക്കാരുടെ വീട്ടുകാരി പാത്തു ഓടി വന്ന അപായ സൂചന തന്നു. ബാങ്ക് വിളിക്കാൻ പോയ വീട്ടുകാരൻ മോനെ പറഞ്ഞയച്ചതാ, കോഴിക്കോട്ട് നിന്ന് വന്നവരെ കണ്ടിട്ട്. തീന് നിർത്തി എഴുന്നേറ്റ് എന്നെ തടഞ്ഞ് കണ്ണപ്പര് പറഞ്ഞു, പാതിയിൽ നിർത്തരുത്, മുഴുമിപ്പിക്കണം, ഞങ്ങൾ നോക്കിക്കൊള്ളാം. എല്ലാം കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ പെണ്ണുങ്ങൾ കുരവായിട്ടു. നടക്കൽ വരെ പൂവിതറി. ചിലരൊക്കെ കരഞ്ഞു. ഞാൻ നടന്ന് കുന്നു പറഞ്ഞിട്ടാവണം തലച്ചെന്നവരുടെ പീരങ്കിപ്പട വന്നു. മൂതുപാടും അവർ വളഞ്ഞു. പുഴക്കൽ പടയിൽ കൂട്ടുവന്ന പറങ്കികൾ എല്ലാം തകർത്ത് അടിവാരമിളക്കി ഭണ്ഡാരം കൊള്ളയടിച്ചു, തോട്ട പൊട്ടിച്ച് കുഴികുത്തി. ഈ ചാവേറിന് വേണ്ടി ചാരമായി അവർ. ഇവിടുത്തെ നിഴലിനെ പോലും വിശ്വസിക്കാം.